അവിടെ ജോലി ചെയ്യുന്ന ആ ജോലിക്കാരി അവിടെ രാവിലെ അവിടെ ജോലിക്ക് വരികയും വന്നവർ ഡോർ തുറന്ന് നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്നതായ കാഴ്ചയാണ് ഈ പറയുന്ന അവർ കണ്ടത്. കാരണം അത്രയധികം വികൃതമാക്കിയിട്ടാണ് ആ ഒരു മൃതദേഹം അവർ കണ്ടത്. സ്വാഭാവികമായിട്ടും അവർ പേടിച്ചിട്ട് തൊട്ടടുത്തുള്ള അയൽവാസികളെ ഈ പറയുന്ന എല്ലാവരോടും ഇത് പറയുകയും അവർ തന്നെ ആലോചിക്കും. സ്വാഭാവികമായിട്ടും ഈ 2 പട്ടികളുണ്ട് ഈ പറയുന്ന അത്രയധികം സുരക്ഷിതമായിട്ടുള്ള ഒരു വീട്ടിൽ ഇത്രയധികം കൊലപാതകം നടക്കുന്ന സ്വാഭാവികമായിട്ടും എന്താണ് അവിടെയുള്ള ആൾക്കാരെയും അവരെ ഞെട്ടിച്ചിട്ടുണ്ടാവും. ഒരു പ്രതിയെ നാട്ടുകാർക്ക് ഒരു സംശയം തോന്നി. ഒരു ആസാം സ്വദേശി അമിത് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. പുള്ളിക്കാരൻ ഈ പറയുന്ന ഈ നമ്മുടെ വിജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു 9 മാസമൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സെക്യൂരിറ്റി എന്തോ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരനെ കുറച്ച് നാളത്തേക്ക് വീട്ടിന്റെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തുകയുണ്ടായി. ഇതിന്റെ ഇടയ്ക്ക് ഒരു 10 ദിവസം എന്താണ് നാട്ടിൽ പോകണം അല്ലെങ്കിൽ നാട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് നാട്ടിലോട്ട് എന്ത് ചെയ്ത് പുള്ളിക്കാരൻ അതായത് ഈ പറയുന്ന വിജയകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ 1 ലക്ഷം വിലയുള്ള ഒരു ഫോൺ കൂടി എന്താണ് പുള്ളിക്കാരൻ നൈസിലെ പൊക്കിയുണ്ടാകും. എന്താണ് ഇവൻ തന്നെ കൊണ്ടുപോയെന്നുള്ള ഡൗട്ട് കാരണം പുള്ളിക്കാരൻ എന്ത് ചെയ്ത് നേരെ പോലീസിനോട് കൊണ്ടുവന്ന് പരാതി കൊടുത്ത് പുള്ളിക്കാരനെ പൊക്കുകയും ചെയ്തു. നമ്മുടെ വിജയകുമാർ എന്ന അദ്ദേഹത്തിന്റെ ഇന്ദ്രപ്രസ്ഥം എന്ന എന്താണ് ഓഡിറ്റോറിയത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് അത് കേട്ടിട്ട് ഇല്ല സാറിന് അങ്ങനത്തെ ഇല്ല. ഞങ്ങൾ 3 പേരുടെ സ്റ്റാഫാണ്. ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാണ് വിവരം അറിയുന്നത്. അന്നേരം ഇങ്ങോട്ടൊന്ന് കാണാമെന്നോർത്ത് വന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്നു ഒരു 8 മാസം 9 മാസം അവിടെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ സാറിന്റെ എന്തോ ഫോണോ എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നു. അവൻ ജയിലിലായിരുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് കേസൊക്കെ ആയിരുന്നു. ഇനി അതാണോ ഒന്നും നമുക്കറിയില്ല. സാറിന് 9 വരെ ഓഫീസിലുണ്ടായിരുന്നു. അതിനുശേഷം അതായത് ഈ മൊബൈൽ മോഷണത്തിന് ശേഷമാണ് ഇയാൾ പറഞ്ഞു വിടുന്നത് ഇവിടുന്ന്. അതെപ്പോഴായിരുന്നു സംഭവം? ഒരു 6-7 മാസമായെന്ന് എനിക്ക് തോന്നുന്നു. ഇയാളെ പേര് എങ്ങനെ അറിയാം? ബംഗാൾ സ്വദേശിയുടെ പേര് എന്തെങ്കിലും? അമിത് അല്ലേ? എങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കാന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചൊരു കാര്യമൊന്നുമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. പക്ഷേ ഇന്ന് മാത്രം എന്തുമാത്രം കൊലപാതകങ്ങളാണ് ഈ സംഭവം നടന്നു പോകുന്നത് എനിക്കറിയത്തില്ല. 1 ലക്ഷം രൂപ ഫോണ് ഈ പുള്ളിക്കാരൻ മോഷ്ടിച്ച് പോയ സമയത്ത് അദ്ദേഹം കേസ് കൊടുത്ത സമയമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈരാഗ്യം ആയിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അത് വളരെ എന്താ പറയാ വളരെ ക്രൂരമായുള്ളൊരു കൊലപാതകമാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ ഒരു കൗൺസിലർ പുള്ളിക്കാരൻ എന്താണ് ഈ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മുഖമൊക്കെ വികൃതമായി കിടക്കാനും ആളെ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ നിൽക്കാം. മുഖം നമുക്ക് വല്ലാതെ പരിക്കാണ്. അത് ഒരു ക്രൂരമായ കൊലപാതകം തന്നെ. കോടാലി അവിടെ ഇരിപ്പുണ്ട്. അമ്മിക്കല്ല് വീടിന്റെ ഗേറ്റ് വാതിന്റെ വാതിക്കൽ CCTV ഡിസ്ക് എടുത്തു. അല്ല, ഇൻക്വസ്റ്റ് നടത്താനായിട്ട് ഇപ്പം ഫോറൻസിക്കും ഡോസ് കാർഡും ഒക്കെ പറഞ്ഞു. ഇപ്പൊ SP വന്നിട്ടുണ്ട്. അത് കഴിയാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തില്ല. പോലീസ് ഉണ്ട്. അപ്പം പോലീസ് ഇപ്പം ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അവരെ ഒരു ആസാംകാരെ ഒരുത്തൻ ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. അവൻ്റെ ഇവരുടെ മൊബൈൽ അവൻ മോഷ്ടിച്ചു. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കോടാലി. കാരണം ആ കോടാലി എടുത്തിട്ട് ഈ പറയുന്ന അദ്ദേഹത്തിന് വളരെ മൃഗീയമായിട്ട് പരിക്കേൽപ്പിക്കുന്ന മുഖമൊക്കെ വികൃതമാക്കിക്കളെന്നാണ് ഈ പറയുന്നത് കേട്ടത്. അപ്പോൾ അത്രയധികം ഒരു ക്രിമിനൽ മൈൻഡുള്ള ആരോ ചെയ്തിട്ടുണ്ടാവും. ഈ പുള്ളിക്കാരനെയാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഈ കോടാലിയുടെ ഫിംഗർ പ്രിന്റ് എടുത്ത സമയത്ത് അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഈ ഫോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോണുമായി ഒരു പരാതി കൊടുത്ത സമയത്ത് പിടിച്ച സമയത്ത് പുള്ളിക്കാരന്റെ ഫിംഗർ പ്രിന്റ് പോലീസ് എന്താണ് അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുമായിട്ട് മാച്ച് ചെയ്തപ്പോൾ ആ കോടാലിയുടെ ഫിംഗർ പ്രിന്റും ഈ പറയുന്ന അമിത് എന്ന് പറയുന്ന ഒരു ആസാം സ്വദേശിയുടെ ഫിംഗർ പ്രിന്റും മാച്ച് ആകുന്നുള്ള തരത്തിലേക്കാണ് വെളിയിൽ വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ അവർ പറയുന്നത് എന്താണെന്ന് കേട്ടു. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ 2 വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ FIR രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ, വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ഫിംഗർ പ്രിന്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോടാലിയാണ്. അമ്മിക്കല്ല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ്. അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ അതാ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. പോലീസിന് കൃത്യമായിട്ടുള്ള സൂചന ഉണ്ട്. കാരണം അവരെ അവരുടെ പൂർണ്ണമായിട്ടുള്ള തെളിവും ഈ പറയുന്ന സാഹചര്യ തെളിവും എല്ലാം അവർ പരിശോധിച്ച് മാത്രമേ ഒരു കുറ്റവാളിയാണെന്ന് അവർ പ്രൂവ് ചെയ്യത്തുള്ളൂ. അത്രയധികം പരിചയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് ആ ഒരു കൊലപാതകം അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഈ ഇവരിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാരണം ആ വീട്ടിൽ 2 ഡോഗ് ഉണ്ട്. അല്ലെ ഒന്നിനെ കൊല്ലുകയും ഒന്നിനെ മയക്കി കിടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വീടിന്റെ മുക്കും മൂലയും അറിയാന്നുള്ള ഒരു വ്യക്തിയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ള തരത്തിലേക്കാണ് അത് നാട്ടുകാരുടെ സംശയം. എന്നാലും ഈ നമ്മളിതൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവം സാഹചര്യ തെളിവുകളും എല്ലാം പരിശോധിച്ചുകൊണ്ട് അവർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും.